അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 22ാമത് ദിവസത്തിലേക്ക് നമ്മുടെ ആയുസ് പ്രവേശിച്ചിരിക്കുന്നു എന്നത് അല്ലാഹു തആല നമ്മളോട് കാണിച്ച വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാസത്തിൻ്റെ മുഴുവൻ പുണ്യവും കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതം സമാധാനപൂർണ്ണമായിരിക്കുവാനും സുരക്ഷിതമായിരിക്കുവാനും ധാർമ്മികമായിരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച മനോഹരമായ ജീവിത പദ്ധതികളിലൊന്നാണ് മനുഷ്യൻ കുടുംബമായി ജീവിക്കണം എന്നത്. ലോകത്തിലെ ഇതര ജീവികളെപ്പോലെ മറ്റൊരു ജീവിയുടെ, തൻ്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരാളുടെ ഒരു സഹായവുമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ജീവിയല്ല മനുഷ്യൻ. ലോകത്തിലെ മറ്റേതൊരു ജീവിക്കും വേണമെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും അതിൻ്റെ ജീവിതാവസാനം വരെ ജീവിക്കാനാവും. മനുഷ്യനെ സംബന്ധിച്ച് പലരുടെയും പല രൂപത്തിലുള്ള പല തരത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും അവൻ്റെ ജീവിതത്തിലുടനീളം അവന് നിർബന്ധമായും കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ മനുഷ്യജീവിതം സാധ്യമാവാത്ത രീതി ആയിത്തീരും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിലെ മനുഷ്യൻ ഒറ്റപ്പെടാതിരിക്കുവാൻ അവൻ്റെ ജനനം മുതൽ അവസാനം വരെ ഒരു പിടി ബന്ധങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ സുരക്ഷിതനായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കുടുംബ ബന്ധമുണ്ട്, മാനുഷികമായ ബന്ധങ്ങളുണ്ട്, സൗഹൃദ ബന്ധങ്ങളുണ്ട്, അയൽപക്ക ബന്ധങ്ങളുണ്ട്, ആദർശ ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കൊണ്ട് അള്ളാഹു മനുഷ്യനെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമേതാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി കുടുംബ ബന്ധം എന്നു തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹൗവ ബീവിയും ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിൽ മനുഷ്യജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങളും സന്നാഹങ്ങളും നിയമങ്ങളുമൊക്കെ ആവിഷ്കരിച്ച കൂട്ടത്തിൽ അള്ളാഹു നടപ്പാക്കിയ ഏറ്റവും മനോഹരമായ ഒരു നിയമമാണ് മനുഷ്യൻ കുടുംബമായിട്ടാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നത്. മനുഷ്യൻ കുടുംബമായി ജീവിക്കുമോ, ആ കുടുംബ സംവിധാനത്തെ മനുഷ്യൻ നിലനിർത്തുമോ എന്ന ചോദ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല കുടുംബ ബന്ധത്തോട് പറയുന്നുണ്ട്, അമാ തർലൈൻ അൻ അസ്ലു മൻ വസലക്കി വാഖ്ത മൻ ഖതഅക്കി. ആരാണോ നീയുമായി അഥവാ കുടുംബവുമായുള്ള ബന്ധം നിലനിർത്തുന്നത്, അവരോട് മാത്രമേ അള്ളാഹു ബന്ധം നിലനിർത്തുകയുള്ളൂ. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ ദയ, അള്ളാഹുവിൻ്റെ സ്വർഗം, അതൊക്കെ കുടുംബ ബന്ധം നിലനിർത്തുന്നവർക്ക് മാത്രമേ അള്ളാഹു നൽകുകയുള്ളൂ എന്നർത്ഥം. വാഖ്ത മൻ ഖതഅക്കി. ആരാണോ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നത്, അവരുമായുള്ള ബന്ധം അള്ളാഹുവും മുറിച്ചു കളയും എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുകയും ആ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർ റഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശി. കുടുംബ ബന്ധം എന്ന് പറയുന്നത് അർശുമായിട്ടാണ് അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. തഖൂലു. ആ കുടുംബ ബന്ധം എപ്പോഴും ഇപ്രകാരം വിളിച്ചു പറയുന്നു, മൻ വസലനി വസലഹുല്ലാ വമൻ ഖതഅനി ഖതഅഹുല്ലാ. ആരാണോ എന്നെ ചേർത്ത് പിടിക്കുന്നത്, അവരുമായി അള്ളാഹുവിന് ബന്ധമുണ്ടാവും, അള്ളാഹു അവരെ ചേർത്ത് പിടിക്കും. ആരാണോ ഞാനുമായുള്ള ബന്ധത്തിനെ ഇല്ലാതാക്കുന്നത്, അവരുമായുള്ള ബന്ധത്തെ അള്ളാഹു തആല ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് തന്നെ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക എന്നത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കുടുംബങ്ങളിൽ ഇങ്ങോട്ട് ബന്ധമുള്ളവരോട് അങ്ങോട്ടും ബന്ധമുണ്ടാവും, ഇങ്ങോട്ട് ബന്ധമില്ലാത്തവരോട് അങ്ങോട്ട് ബന്ധമുണ്ടാവുകയില്ല. എന്നാൽ ഒരു വിശ്വാസി അപ്രകാരമല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ. ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് അങ്ങോട്ടും ബന്ധം ചേർക്കുന്നവനല്ല സത്യത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ഇങ്ങോട്ടുള്ള ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവരോട് അങ്ങോട്ട് ബന്ധപ്പെടുന്നവരാണ്, ഇങ്ങോട്ട് ബന്ധമില്ലെങ്കിലും അങ്ങോട്ട് ബന്ധം ചേർത്തുകൊണ്ട് നടക്കുന്നവരാണ് ശരിയായ കുടുംബ ബന്ധം ചേർക്കുന്നവരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് സ്വർഗമെന്ന അനശ്വരമായ പ്രതിഫലം ലഭിക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും കുടുംബ ബന്ധം ചേർക്കുക എന്നത് ഇസ്ലാം മതത്തിൽ നിർബന്ധമാണ് എന്നതുപോലെ തന്നെ ഈ ഭൂമിയിലും കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് അല്ലാഹു തആല മനോഹരമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഫമൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി വയുൻസഅ ലഹു ഫീ അസരി ഫല്യസിൽ റഹിമഹു. ആരാണോ ഈ ഭൂമിയിൽ തൻ്റെ ഉപജീവനം വിശാലമാകണമെന്നും അതുപോലെ തന്നെ
തൻ്റെ ആയുസ് വർദ്ധിക്കണമെന്നും ആരാണോ ആഗ്രഹിക്കുന്നത് അവർ കുടുംബ ബന്ധങ്ങൾ ചേർക്കട്ടെ എന്ന പ്രവാചക വചനം ഏറെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കുക. നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും മുഖത്തേക്ക് നോക്കാത്ത, സംസാരിക്കാത്ത, ചിരിക്കാത്ത, വിളിച്ചാൽ വിളി കേൾക്കാത്ത, രോഗമായാൽ പോലും സന്ദർശിക്കാത്ത, മരിച്ചെന്നറിഞ്ഞാൽ പോലും ആ മയ്യത്ത് പോലും സന്ദർശിക്കാത്ത വിധം മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ നേരെയാക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ബന്ധങ്ങളെ മനോഹരമായി കൊണ്ടു നടക്കുന്ന വിശാല ഹൃദയന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.